ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പൊതു ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മതം വീട്ടിൽ വെച്ചിട്ടാണോ പുറത്തേക്ക് ഇറങ്ങേണ്ടത്? ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, അയാൾ വിദ്യാഭ്യാസം തേടുന്ന തന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അയാളുടെ വിശ്വാസവും ആചാരവും എല്ലാം വീട്ടിനകത്ത് പെട്ടിയിലെടുത്ത് പൂട്ടിവെച്ചിട്ടാണോ തന്റെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടത്? വിശ്വാസവും വിശ്വാസ ചിഹ്നങ്ങളും വീട്ടിൽ വെച്ചുകൊണ്ട് മാത്രമാണോ ഒരാൾ പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ആദ്യം കടന്നു വരുന്നത് 2008 നടന്ന കേരളത്തിലെ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. വളരെ കൗതുകമുള്ള ഒരു സംഭവം. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം, നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവാം. എന്താ സംഭവം? കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിലെ 2 കുട്ടികൾ 2008 മാർച്ച് മാസത്തിലെ SSLC പരീക്ഷ എഴുതിയത് 2 കുട്ടികൾ മാത്രം ഒറ്റക്കൊരു മുറിയിലിരുന്ന് സൂര്യാസ്തമയ സമയം കഴിഞ്ഞാണ്. ഏകദേശം 5 ലക്ഷത്തിനടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതുന്ന ആ വർഷം കേരളത്തിൽ എല്ലാ കുട്ടികളും പകലിലെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷ എഴുതി. ഈ 2 കുട്ടികളെ മാത്രം അവരെ പരീക്ഷാ പേപ്പർ, ചോദ്യ പേപ്പർ ചോരാതിരിക്കാൻ പകൽ സമയം മറ്റുള്ളവരുടെ പരീക്ഷ നടക്കുമ്പോൾ ഒരു റൂമിൽ വാതിലടച്ചവരെ റൂമിലിട്ട് അടച്ചു. എന്നിട്ട് അസ്തമയ സമയത്തിനു ശേഷം, സൂര്യാസ്തമയത്തിനു ശേഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം അനുവദിച്ചു കൊടുത്തു. എന്തായിരുന്നു കാരണം? അവർ ക്രൈസ്തവ വിശ്വാസികളിലെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ശനിയാഴ്ച ശബ്ബത്താചരണ ദിവസവുമായി ബന്ധപ്പെട്ട് അവർക്ക് പുസ്തകം തൊടാനോ പേന തൊടാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിന് കഴിയില്ല എന്ന് പറയുകയും അവസാനം കോടതി അതിൽ ഇടപെടുകയും, എന്നിട്ട് എന്താണ് കേരള ഹൈക്കോടതി പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഈ ആളുകൾക്ക് അവർക്ക് അവരുടെ വിശ്വാസ സംരക്ഷണത്തിനുള്ള അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കണം. അതുകൊണ്ട് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു സമയം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കണം. അതനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് ആ സമയം നിശ്ചയിച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന വകവെച്ച് നൽകുന്ന വിശാലമായ മതസ്വാതന്ത്ര്യത്തിൻ്റെ, വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു മനോഹരമായ ഒരു ചിത്രമാണ് കേരളത്തിലെ മലയാളികൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന ആ നിലയ്ക്ക് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ വിശ്വാസം എല്ലാ മേഖലകളിലും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്.